ഹലോ ഗൈസ്, അപ്പോൾ കുട്ടാപ്പൂന് ഈ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുട്ടാപ്പൂൻ്റെ പേപ്പർ കിട്ടിയിട്ടുണ്ട് ക്രിസ്മസ് പരീക്ഷയുടെ. അപ്പോൾ നല്ല മാർക്കുണ്ട്. അപ്പോൾ അതെന്നെ കാണിക്കാനുള്ള സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാ വിഷയത്തിലും ഫുള്ള് വാങ്ങിച്ചിട്ടാണ് ചെക്കൻ വന്നേക്കണേ. അപ്പോൾ നമുക്ക് കുട്ടാപ്പൂനെയും കൊണ്ട് മുടി ഒന്ന് വെട്ടാൻ പോകണം. കൂടെ ലോക്കിയുണ്ട്. നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് കുട്ടാപ്പൂൻ്റെ മുടി ഒന്ന് വെട്ടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ സ്റ്റൈലോ കട്ടിലേക്ക് പോയി. സ്ഥിരം ഇവിടെയാണ് കുട്ടാപ്പൂന്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരെയും നല്ല പരിചയമാണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ കൂടെ ഇരുന്ന് കൊടുത്തിരുന്നു. ഇപ്പം നമുക്കങ്ങനെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടാപ്പൂ തനിയെ അവർ പറയുന്നതൊക്കെ കേട്ട് ഇപ്പോൾ അവർ പറയുന്നത് കുട്ടാപ്പൂന് മനസ്സിലായി തുടങ്ങി. മലയാളികളല്ല കേട്ടോ, അവർ ഹിന്ദിക്കാരാണ്. അപ്പോൾ കുട്ടാപ്പൂന് മനസ്സിലായി തുടങ്ങി അവരുടെ ഭാഷ. കുട്ടാപ്പൂൻ്റെ ഭാഷ അവർക്ക് മനസ്സിലായി. ഇപ്പൊക്കെ ആണെങ്കിൽ എനിക്ക് അവിടെ ഇരുന്ന് കാണാം, നല്ല റിലാക്സ് ചെയ്തിട്ട് അവിടെ ഇരിക്കാം. ആദ്യമൊക്കെ കുട്ടാപ്പൂൻ്റെ കൂടെ ഞാൻ നിന്നിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാ നമ്മുടെ ലൂക്കാച്ചിന് മുടി വെട്ടാനായിട്ട് ഇരുത്തിയിട്ടാണ്. ലൂക്ക് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല എന്താ പറയുക, ഇക്കിളിക്കുട്ടനാട്ടോ ലൂക്ക്. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെരിപ്പിരികളുണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുട്ടാപ്പൂന് പിന്നെ അവിടെ അറിയാവുന്ന കാരണം, പിന്നെ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ വേഗം മുടി വെട്ടിയിട്ട് വന്നു കേട്ടോ. അവിടെ മൊത്തം ഓടി നടന്ന് കളിക്കുകയായിരുന്നു കുട്ടാപ്പും ലൂക്കയും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ലൂക്കാനെയും കുട്ടാപ്പിനെയും കൊണ്ട് മുടി വെട്ടിയിട്ട് നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വേഗം കുളിപ്പിച്ച് കുട്ടാപ്പിനെ കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു, കളറടിക്കാനും വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ സാവി ചേട്ടൻ വന്നപ്പോൾ കുട്ടാപ്പ് എക്സാം ഷീറ്റ് കാണിച്ചു കൊടുക്കുകയാണ് പപ്പയ്ക്ക്. അപ്പോൾ പപ്പ ഭയങ്കര നന്നായിട്ടുണ്ട്, ഇനി ഗുഡ് ബോയ് ആയിട്ട് ഇനി മാർക്ക് മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടാപ്പിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിൻ്റെ സന്തോഷപ്രകടനം അവൻ എടുക്കണ വരെ ഉണ്ടായിരുന്നു. തുള്ളിച്ചാടൽ, ഓടിക്കളിക്കൽ, പപ്പയ്ക്ക് ഉമ്മ കൊടുക്കൽ, അമ്മയ്ക്ക് ഉമ്മ കൊടുക്കൽ, ഈ ചാട്ടം തന്നെയായിരുന്നു ആ ദിവസം മുഴുവനും.